ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരു ചെറിയ കുട്ടിയുടെ ലാളിത്യത്തോടും ആശ്രയബോധത്തോടും കൂടി ഞാൻ ഇന്ന് എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ നയിക്കുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങേക്ക് ഞാൻ നൽകുന്നു. അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നയിക്കണമേ. ഞാൻ ചോദ്യം ചെയ്യുകയില്ല. അങ്ങയെ ആശ്രയിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങേ കരുണാർദ്ര ഹൃദയത്തിന് എല്ലാം സാധ്യമാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 228 സന്ദേശം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ സമർപ്പണ മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയുടെ ലാളിത്യത്തോടും ആശ്രയബോധത്തോടും കൂടി ഞാൻ ഇന്ന് എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ നയിക്കുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഞാൻ അങ്ങേക്ക് നൽകുന്നു. അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നയിക്കണമേ. ഞാൻ ചോദ്യം ചെയ്യുകയില്ല. ഞാൻ അങ്ങയെ ആശ്രയിച്ച് ജീവിച്ചു കൊള്ളാം. അങ്ങേ കരുണാർദ്ര ഹൃദയത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ മനുഷ്യന് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ചോദ്യം ചെയ്യല്, അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെന്ന് നമുക്ക് തുറവിയോടെ ചോദിക്കാം. മറിയത്തെ പോലെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ജീവിതത്തിന്റെ വലിയ സഹനങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഇതൊന്ന് മാറ്റിത്തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ. എന്നാൽ നമുക്ക് ഏറ്റവും അനുകരണീയമായ, ഏറ്റവും ദൈവഹിതപ്രകാരമുള്ള മാനുഷികാവസ്ഥ എന്ന് പറയുന്നത് ദൈവഹിതത്തിന് ആമേൻ പറയുക എന്നുള്ളതാണ്. നമുക്ക് ഉത്തരം കിട്ടാത്ത പല അനുഭവങ്ങളും, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകാം. എങ്കിലും ഒരേ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഉറപ്പ് വിചാരിക്കാം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. എനിക്കത് മനസ്സിലാക്കാനാവുന്നില്ലെങ്കിലും, എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവം നിശബ്ദത പാലിക്കുകയാണെങ്കിലും നമുക്ക് ഈശോയെ പോലെ പറയാം, ഈശോയെ, അങ്ങയുടെ കരങ്ങളിൽ, അങ്ങ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.